ഈ പ്രൊജക്ട് ശേഷം സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പുതിയ കഥാപ്രസംഗത്തിന്റെ പേരാണ് ഒറ്റത്തന്തയ്ക്ക് വെറുതെ. എന്താ പറയുക? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയി കാണും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇപ്പോഴും എന്താണ് പഴയകാല സിനിമാ ഡയലോഗിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് പുള്ളി എന്ത് ചെയ്യുന്നില്ല. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ഒരു സാധാരണക്കാരൻ ഒരു മൈക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു? പിന്നീട് അത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് ആളുകളെ എന്ത് ചെയ്യണം? സാനിറ്റൈസർ ഒക്കെ തളിച്ചിട്ടുണ്ട്. കാരണം തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? പപ്പടം, ആ പപ്പടം എടുത്ത ആള് ഇരയിലേക്ക് വെക്കുമല്ലോ, ആ എടുത്ത് ആ കൈ പിടിച്ചിരിക്കുന്ന സൈഡ് ഒടിച്ച് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കും. ഇങ്ങനെ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്, കണ്ടക ശനിയാണെന്ന്. ഹൈജീനിക് എം പി ആണ്. അല്ല, ഹൈജീനിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എം പി ആവാൻ പോകാതെ അദ്ദേഹത്തിന് വല്ല സിനിമാ നടനായിട്ട് എന്തിനാണ് ഈ ആളുകളെ ഇതാക്കുന്നത്? ജനാധിപത്യത്തിലൂടെ എന്താണ് ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് ഭരണഘടന തൊട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കും, അല്ലെ എല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ കാണും, സമത്വസുന്ദരമായി കാണും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരു എം പി, ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എന്തൊക്കെ തരത്തിലുള്ള സംഭാഷണം? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താണ് പല തന്തയ്ക്ക് ജനിച്ചവരാണോ? അല്ലെ ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇദ്ദേഹം മാത്രം എന്താണ്, ഇദ്ദേഹത്തിന് മാത്രം ഇത്ര പ്രത്യേകത എന്താണ്? എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഇവൻ സെന്റിമെന്റൽ അല്ല, മെന്റലാ. ഈ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവെന്ന് പുള്ളിക്കാരൻ പറയുന്ന സമയത്ത് നാട്ടുകാരെ മുഴുവൻ പറയല്ലേ? എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്ക് വന്നു, അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം MBA ജയിച്ചു, അദ്ദേഹം കഷ്ടപ്പെട്ടു, അതൊക്കെ ശരിയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊക്കെ ഒരു നികൃഷ്ട ജീവികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്തിനാ ഇത്രയും തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ. നിവേദനം കൊണ്ടുവന്ന MB ക്ക് നിവേദനം കൊടുത്താൽ MB ക്ക് കഴിയാൻ കഴിയില്ല, MB അതെടുത്ത് ചെയ്യുന്ന അതോറിറ്റിയിലേക്ക് കൊടുക്കണം, സ്റ്റാഫിനാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം. അതല്ലാതെ അവിടെ വെച്ച് ഞാൻ മേടിക്കില്ല കൊടുക്കുന്നത്. ആരോടാണ് ഈ പോരാട്ടം നടക്കുന്നത്? ആരാണ്? പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. കൈപോക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവല്ല. അവന്മാര് കൈ പൊക്കി പൊക്കി നാട് പൊങ്ങാതായി. ഇത്രയും കാലഘട്ടം ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞു. അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ത് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ മെട്രോയെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് നോക്കുന്നത്. കാരണം ഇത് ആലുവയിൽ നേരെ നെടുമ്പാശ്ശേരിക്ക് പോകും. എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പിന്നെ ഇത് ചാലക്കുടി എത്തി കൈപ്പമംഗലം പോകും, കൈപ്പമംഗലത്തിന് കൊടുങ്ങല്ലൂർ വരും. ഇങ്ങനെ എല്ലാ ഗ്രാമീണ മേഖലകളിലൂടെയും ഞങ്ങൾ മെട്രോ കൊണ്ട് എന്താണ് മെട്രോ എന്ന് പോലും അദ്ദേഹത്തിന് ധാരണയില്ലാതെ മനസ്സിലാക്കി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പറയുന്നത് ഇപ്പൊ മെട്രോയുടെ കാര്യം പറഞ്ഞ പുള്ളി പറയുന്നതാണ്, ഇപ്പൊ പറയുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന്. അതുപോലെ തന്നെയാണ് എയിംസിന്റെ കാര്യം പറയുന്നതാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ് പറയുന്നത്. യാതൊരു ലോജിക്ക് ഇല്ലാത്തൊരു ന്യായമാണ്. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. അവിടെ വരണം, അല്ലെങ്കിൽ കൊണ്ടുവരൂ. ഒരു കേന്ദ്രമന്ത്രിയാണ് വന്നിരുന്ന് പറയുന്നത് എന്താണ് അവിടെ വരണം, ഇവിടെ വരണം, മറ്റേത് വരണം. അദ്ദേഹത്തിന് അധികാരം കൂടെ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണ കൊടുക്കുന്ന പ്രധാനമന്ത്രിയല്ലേ രാജ്യം ഭരിക്കുന്നത്? ജനങ്ങളെ എന്താണ് വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു നമ്മൾ പറയത്തില്ല, ഒരു അപമാനിക്കലോ അല്ലെ ഒരു തിരിച്ച് നമ്മൾ ജയിപ്പിച്ച ജനങ്ങളെ നേരെ എന്ത് ചെയ്യുക? അവരെ ഒരു വിഡ്ഢികളാക്കി മാത്രം ചിത്രീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സുരേഷ് ഗോപി മാറിയതിൽ എല്ലാവർക്കും എന്തുണ്ട്? ദുഃഖമുണ്ട്. കാര്യം എന്താണ്? സമയം തെറ്റാതെ ഒരു ഗുളി കഴിക്കാനുള്ളതാ. നിന്നെ കണ്ടപ്പോഴേ തോന്നി നീ ഗുളി കഴിച്ചിട്ടില്ലെന്ന്. വേണ്ട, സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി ഗുളികയും കഴിക്കുന്നില്ല. ശരി, ഒരു സംഭവമാണ്, ഒരു നാട്ടുരാജാവാണ്, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും പുള്ളിയെ ബഹുമാനിക്കണം, പുള്ളിയെ കാണുമ്പോഴത്തേക്ക് സല്യൂട്ട് അടിക്കണം എന്നൊക്കെ ചിന്തയുമായിട്ടാണ് കമ്മീഷൻ സിനിമയിലെ സുരേഷ് ഗോപി പുറത്തേക്ക് വന്നില്ല. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതൊക്കെ വളരെ മോശമായി. സുരേഷ് ഗോപി നമുക്ക് ഒന്നേ പറയാനുള്ളൂ, സുരേഷ് ഗോപി എല്ലാവരും തന്തയ്ക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഒറ്റ തന്തയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. അത് ഓർമ്മ നല്ലത്. എപ്പോഴും പറഞ്ഞു നടക്കാൻ സംശയമുള്ളവർക്ക് മാത്രമേ എപ്പോഴും എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പറഞ്ഞു നടക്കേണ്ട ആവശ്യമുള്ളൂ. അതേ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.